Hello everyone, welcome to Maths with Deepak Krishna. Percentages ടോപ്പിക്കിലെ 10th പാർട്ട് വീഡിയോ ആണ്. സോ 10th പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മിക്സ്ചർ ആൻഡ് അലിഗേഷൻ. സോ കഴിഞ്ഞ 9 പാർട്ടും കണ്ടതിന് ശേഷം വെറുതെ കണ്ടാൽ മാത്രം പോരാ, നല്ല വൃത്തിയായിട്ട് പഠിച്ചതിന് ശേഷം 10th പാർട്ട് പഠിക്കുക. സോ മിക്സ്ചർ ആൻഡ് അലിഗേഷൻ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഇപ്പോൾ മിക്സ്ചർ ആൻഡ് അലിഗേഷൻ എന്ന് പറയുന്നത് വലിയൊരു ടോപ്പിക്കാണ്. അത് നമ്മൾ പിന്നീട് അതൊരു സെപ്പറേറ്റ് ആയിട്ട് തന്നെ എടുക്കുന്നതായിരിക്കും. പല പ്രോഫിറ്റ് ആൻഡ് ലോസും സിമ്പിൾ ഇൻട്രസ്റ്റും അതിലെല്ലാത്തിലും നമുക്ക് മിക്സ്ചർ ആൻഡ് അലിഗേഷൻ യൂസ് ചെയ്യുന്നത് ഉണ്ട്. ഇവിടെ നമ്മൾ ചെറിയൊരു വേർഷൻ. ഓക്കെ, സോ പെർസെൻറ്റേജ് റിലേറ്റഡ് ആയിട്ടുള്ള മിക്സ്ചർ ആൻഡ് അലിഗേഷൻ ഇവിടെ നമുക്ക് നോക്കാം. എ സൊല്യൂഷൻ, ക്വസ്റ്റ്യൻ വൈസ് തന്നെ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ സൊല്യൂഷൻ ഓഫ് സോൾട്ട് ആൻഡ് വാട്ടർ കണ്ടെയ്ൻസ് 5% salt. If 20 liter of water is evaporated, then salt becomes 15%. Find the initial solution. സംഭവം ഇത്രയേ ഉള്ളൂ. അതായത് നമുക്കൊരു സൊല്യൂഷൻ ഉണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം ഒരു ബീക്കർ എടുക്കാം. ഓക്കെ, ഇതിനകത്ത് ഈ സൊല്യൂഷനകത്ത് വാട്ടറും ഉണ്ട് സോൾട്ടും ഉണ്ട്. എന്തൊക്കെയുണ്ട്? വാട്ടർ, ഇതാ വാട്ടറിന് നമുക്ക് ബ്ലൂ കളർ കൊടുക്കാം. വാട്ടറും ഉണ്ട് സോൾട്ടും ഉണ്ട്. ഓക്കെ, സോൾട്ട് ഒന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് വൈറ്റിൽ ഇങ്ങനെ കൊടുക്കുന്നു. ഇതിനകത്ത് വെള്ളമുണ്ട് ഉപ്പുമുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. എ സൊല്യൂഷൻ കണ്ടെയ്ൻസ് സോൾട്ട് ആൻഡ് വാട്ടർ, സൊല്യൂഷൻ ഓഫ് സോൾട്ട് ആൻഡ് വാട്ടർ കണ്ടെയ്ൻസ് 5% സോൾട്ട്. 5% സോൾട്ടും, ഓക്കെ, സോൾട്ടിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്? 5. സോൾട്ടിൻ്റെത് 5%. അങ്ങനെയാണെങ്കിൽ വാട്ടറിൻ്റെ എത്രയായിരിക്കും? ടോട്ടൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 100% ആയിരിക്കും. അപ്പോൾ റിമൈനിങ് ആയിരിക്കും വാട്ടർ എത്രയായിരിക്കും? 95%. ഓക്കെ, ഇവർ രണ്ടുപേരെ റേഷ്യോ എഴുതുകയാണെങ്കിൽ നമുക്ക് രണ്ടുപേരെ എഴുതാം. ഒന്ന് സോൾട്ടും ഒന്ന് വാട്ടർ. ഓക്കെ, സോ ഇവരുടെ റേഷ്യോസ് 5% is to 5:95. ഓക്കെ, ഇത് ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എത്ര വരും? ഇത് 5 ടൈംസിൽ രണ്ടും ക്യാൻസൽ ചെയ്യാം, 19. 1:19 റേഷ്യോ ആയിരിക്കും സോൾട്ട് ഈസ് ടു വാട്ടർ ഇനിഷ്യലി. ഓക്കെ, 1:19. അപ്പം ഞാനത് എഴുതുന്നു 1:19. 1:19. ഓക്കെ, ഇതാണ് ഇനിഷ്യൽ. ഈ 1:19 ഒന്നുകിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, ഇതാണ് എളുപ്പം. അല്ലെങ്കിൽ ഇപ്പം വേറൊരു രീതിയും കൂടെ പറയാം. ഇപ്പം 5% എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, 5%ൻ്റെ ഫ്രാക്ഷണൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഇറ്റ് ഈസ് 5/100, ദാറ്റ് ഈസ് 1/20. ഓക്കെ, 1/20. ഇതിൻ്റെ അർത്ഥം എന്താണ്? 20യുടെ 5% ആയിരിക്കും 1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 20 ആണ് ടോട്ടൽ സൊല്യൂഷൻ എങ്കിൽ, ഓക്കെ, ഈ 20 എന്ന് പറയുന്നത്, അതായത് 20 യൂണിറ്റ്സ് ആണ് ടോട്ടൽ സൊല്യൂഷൻ. ഓക്കെ, ടോട്ടൽ സൊല്യൂഷൻ എങ്കിൽ ഈ 20യുടെ 5% എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ സൊല്യൂഷൻ്റെ 5% ആയിരിക്കും സോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ 1 യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സോൾട്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ വാട്ടർ എത്രയായിരിക്കും? വാട്ടർ എന്ന് പറയുന്നത് ടോട്ടൽ സൊല്യൂഷൻ 20 ആണ്, സോൾട്ട് 1 ആണ്. അപ്പം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 പ്ലസ് ഇത്ര ആഡ് ചെയ്താൽ 20 കിട്ടണം. അപ്പോൾ വാട്ടർ എത്രയായിരിക്കും? വാട്ടർ വിൽ ബി 19. വാട്ടർ എത്രയായിരിക്കും? 19. ആ റേഷ്യോ ആണ് നമ്മളിതാ ഇവിടെ എഴുതിയ 1:19. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, ഏതാണോ നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നത് അത് ചെയ്യുക. സോ 1:19 അത് കിട്ടണം. ഓക്കെ, അത് തെറ്റിക്കരുത്. ഇനി പറഞ്ഞിട്ടുണ്ട്, ഇഫ് 20 ലിറ്റർ ഓഫ് വാട്ടർ ഈസ് ഇവോപ്പറേറ്റഡ്, 20 ലിറ്റർ വെള്ളം എന്താണ്? ഇവോപ്പറേറ്റ് ആയിപ്പോയി, അതായത് ആവിയായിപ്പോയി. ദെൻ സോൾട്ട് ബിക്കംസ് 15%. ഓക്കെ, അപ്പോൾ 20 ലിറ്റർ വാട്ടർ പോയി കഴിയുമ്പോൾ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 20 ലിറ്റർ വെള്ളം എടുത്ത് കളഞ്ഞു എന്ന് വെക്കാം. അങ്ങനെ കളയാൻ പറ്റില്ല, അത് അലിയും. എന്നാലും അതൊന്ന് 20 ലിറ്റർ വെള്ളം എന്ന് മാറ്റുകയാണെങ്കിൽ സോൾട്ടിൻ്റെ പെർസെൻറ്റേജ് എത്രയായിരിക്കും? 15%. അപ്പോൾ സോൾട്ട് 15% ആണെങ്കിൽ വാട്ടർ എത്രയായിരിക്കും? 15 റിമൈനിങ് ആയിരിക്കും. റിമൈനിങ് എത്രയാണ്? 85. ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 5 ക്യാൻസൽ അല്ലേ? 5 3 ടൈംസ് 170. 3:17 എന്ന റേഷ്യോ കിട്ടും. എത്ര കിട്ടും? 3:17. 3:17. ഈ സെയിം ഈ 3:17 എന്ന് പറയാൻ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, 15%. 15%ൻ്റെ ഫ്രാക്ഷണൽ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ എത്രയായിരിക്കും? ഇറ്റ് ഈസ് 15/100. ഓക്കെ, 15/100 അതെത്രയായിരിക്കും? ഇറ്റ് ഈസ് 3/20. 3/20. അപ്പോൾ 3/20 ഈ 20 ആണ് സൊല്യൂഷൻ എങ്കിൽ
ഓക്കെ 20 ആണ് സൊല്യൂഷൻ. നേരത്തെ ചെയ്ത പോലെ 20 സൊല്യൂഷൻ ആണെങ്കിൽ 20യുടെ 15% 3 ആണ്. ഓക്കെ, അപ്പോൾ 15% സോൾട്ടാണ്. അപ്പോൾ ഈ 3 യൂണിറ്റ്സ് ആയിരിക്കും സോൾട്ട്. റിമൈനിങ് എത്രയായിരിക്കും? 20-ൽ 3 കുറച്ചാൽ 17. അപ്പോൾ 17 യൂണിറ്റ് ആയിരിക്കും എന്താ വാട്ടർ. അപ്പോൾ സോൾട്ട് ഈസ് ടു വാട്ടർ എന്ന് പറഞ്ഞാൽ ഈ 3:17. അതാണ് ഇവിടെ എഴുതിയ 3:17. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് റേഷ്യോ എഴുതാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ആൾക്കാരെ മാത്രം ഞാൻ ഇവിടെ വെക്കുന്നു, ബാക്കിയുള്ളതൊക്കെ ഒന്ന് മായ്ച്ചു കളയാം. ഇത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമുക്ക് 2 റേഷ്യോസ് കിട്ടി. ഓക്കെ, അപ്പോൾ ഞാൻ ഇതൊന്ന് മാറ്റിയാണ്. നമുക്കിത് മാത്രം മതി, ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഓക്കെ, സോൾട്ട് ഈസ് ടു വാട്ടർ ഉണ്ട്. ഇത് ഇനിഷ്യലും രണ്ടാമത് എഴുതിയത് 20 ലിറ്റർ പോയതിന് ശേഷമുള്ള റേഷ്യോയും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, വാട്ടറാണ് റിമൂവ് ആവുന്നത് അല്ലേ, ഇവോപ്പറേറ്റ് ആയി പോകുന്നത്. അവിടെ സോൾട്ടിൻ്റെ അളവ് മാറുന്നില്ല, സോൾട്ട് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ആരാണോ കോൺസ്റ്റൻറ്റ് അവരെ നമ്മൾ സെയിം ആക്കി വെക്കണം റേഷ്യോയിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ സോൾട്ടാണ് കോൺസ്റ്റൻറ്റ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് 2 റേഷ്യോസും സെയിം ആക്കുന്നു. അതായത് ഇത് 3 ആണ്, അപ്പോൾ ഇവിടെ 1 ആണ്. അപ്പോൾ ഫസ്റ്റ് റേഷ്യോനെ നമുക്ക് എന്ത് ചെയ്യാം, ത്രൂ ഔട്ട് 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ ഇൻറ്റു 3 ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ഇൻറ്റു 3 ചെയ്യുമ്പോൾ ഇപ്പുറത്തും ഇൻറ്റു 3 ചെയ്യണം. ഓക്കെ, അപ്പോൾ റേഷ്യോ റിമെയിൻ സെയിം ആണ്. 3 ക്യാൻസൽ ആയി 1:19 തന്നെയാണ്. അപ്പോൾ ഇവിടെ 3 ആയി, ഇവിടെ 3 ആയി, സെയിം ആയി കഴിഞ്ഞാൽ ഇവിടെ വാട്ടർ ഫസ്റ്റ് ഇവിടെ എത്രയായിരുന്നു, 19 × 3. 19 × 3 എന്ന് പറഞ്ഞാൽ 57. ഓക്കെ, ഇത് എത്രയാണ്, 57. ദിസ് ഈസ് ഈക്വൽ ടു 57. രണ്ടാമത് എത്രയാണ്, 17. അതായത് 57 യൂണിറ്റ്സ് എന്ന എത്രയായിട്ട് മാറുകയാണ്, 17 ആയിട്ട് മാറുകയാണ്. അപ്പോൾ ഈ കുറയുന്നതാണ് എത്രയാണ്, 20 ലിറ്റർ. ഓക്കെ, ആ ഡിഫറൻസ് ആണ് 20 ലിറ്റർ. കാരണം അത്രയും പോയി. 57 ലിറ്റർ ആദ്യം വെള്ളം ഉണ്ടായിരുന്നു, പിന്നെ 20 ലിറ്റർ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എത്രയാണ്, 57. ശരിക്കും 57 ലിറ്റർ അല്ല, 57 യൂണിറ്റ്സ് ആണ്. 57 യൂണിറ്റ്സ് ഉണ്ടായിരുന്നു, 20 ലിറ്റർ പോയി കഴിഞ്ഞപ്പോൾ എത്രയായി, 17 യൂണിറ്റ്സ് ആയി. ഓക്കെ, അപ്പോൾ ഈ ഡിഫറൻസ് ആയിരിക്കും 20 ലിറ്റർ. അപ്പോൾ ഇവരുടെ ഡിഫറൻസ് എത്രയാണ്, 17ഉം 57ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോഴത്തേക്കും 40. ഓക്കെ, -40. ദാറ്റ് മീൻസ് 40 യൂണിറ്റ്സ് എന്ന് പറയുന്നതാണ് 20 ലിറ്റർ. അങ്ങനെയാണെങ്കിൽ 1 യൂണിറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്, 0 ക്യാൻസലായി, അതായത് 20/40, ദാറ്റ് ഈസ് 1/2 ലിറ്റർ. നമുക്ക് കാണേണ്ട എന്താണ്, ഫൈൻഡ് ദ ഇനിഷ്യൽ സൊല്യൂഷൻ. ഇനിഷ്യൽ സൊല്യൂഷൻ ഏതാണ്, ഇതാണ്, ഈ റേഷ്യോ ആണ് ഇനിഷ്യൽ. ഓക്കെ, ഇനിഷ്യൽ ഇതാണ് ഇനിഷ്യൽ, ഇതാണ് ഫൈനൽ. സോ ഇനിഷ്യൽ സൊല്യൂഷൻ എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ എത്രയാണ്, ഇത് 3 ആണ്, ഇത് 57 ആണ്. സോ 57 + 3 60. ഓക്കെ, അപ്പോൾ 60 യൂണിറ്റ്സ് ആയിരിക്കും നമ്മുടെ ഇനിഷ്യൽ സൊല്യൂഷൻ. സോ 60 യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 60 × 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ½ ലിറ്റർ ആണ്, 1/2 ലിറ്റർ. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് രണ്ടും ക്യാൻസലായി 30. സോ ആൻസർ എത്രയാണ്, 30 ലിറ്റേഴ്സ്. 30 എവിടെ, ഓപ്ഷൻ നമ്പർ എ. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും എഴുതേണ്ട കാര്യമില്ല, ജസ്റ്റ് ആ ഫസ്റ്റത്തെ ആ റേഷ്യോസ് മാത്രം എഴുതിയാൽ മതി. ഇത് ഇങ്ങനെ സ്റ്റെപ്പൊന്നും എഴുതണ്ട. നിങ്ങൾ ചെയ്ത് വരുമ്പോഴത്തേക്കും സ്റ്റെപ്പ് കുറച്ചിട്ട് അതൊക്കെ നിങ്ങൾ മൈൻഡിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് ആൻസറിലോട്ട് എത്തിക്കോളും. ഓക്കെ, നെക്സ്റ്റ് സെയിം ടൈപ്പ് തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 12 ലിറ്റർ ഓഫ് മിക്സ്ചർ ഓഫ് ആസിഡ് ആൻഡ് വാട്ടർ കണ്ടെയ്ൻസ് 30% ആസിഡ്. അപ്പോൾ ആസിഡ് ആൻഡ് വാട്ടറാണ് നമുക്കുള്ളത്. ഓക്കെ, ആസിഡും വാട്ടറും. ആദ്യം നമുക്ക് 30% ആസിഡ് എന്ന് എടുക്കാം. 30% ആസിഡ് ആണെങ്കിൽ റിമൈനിങ് വാട്ടർ എത്രയായിരിക്കും, വാട്ടർ എന്ന് പറയുന്നത് 70, ബാക്കിയുള്ളത് ഈ 0 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇനിഷ്യൽ റേഷ്യോ എത്രയായിരിക്കും, 3:7. അതിവിടെ എഴുതി 3:7. ഇനി പറഞ്ഞിട്ടുണ്ട് 12 ലിറ്റർ ഓഫ് മിക്സ്ചർ ഓഫ് ആസിഡ് ആൻഡ് വാട്ടർ കണ്ടെയ്ൻസ്. അതായത് ഇതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 12 ലിറ്റേഴ്സ് ആണ്. അതായത് 7 + 3 10 യൂണിറ്റ്സ് എന്ന് പറയുന്നത് 12 ലിറ്റർ ആണ്. ഓക്കെ, ഇനി നമ്മൾ റേഷ്യോ എന്തെങ്കിലും വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ യൂണിറ്റ് മാറി. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കുക. ഹൗ മച്ച് ലിറ്റർ ഓഫ് വാട്ടർ ഷുഡ് ബി വിഡ്രോൺ ടു മേക്ക് ആസിഡ് 40%. അടുത്തത് എന്താണ്, ആസിഡ് 40%, റിമൈനിങ് അപ്പോൾ വാട്ടർ എത്രയായിരിക്കും, ബാക്കിയുള്ളത് 60.
അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 0 0 പോയി, ഇത് 2 ഇത് 3. സോ 2:3. 2:3 ആയിരിക്കും ഫൈനൽ. ഇനി ഇവിടെ ആരാണ് പോകുന്നത്? വാട്ടറാണ് അല്ലേ. അപ്പോൾ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കാണ്ട് ആരെയാണ്? ആസിഡിനെയാണ്. അപ്പോൾ ഇതിനെ നമ്മൾ സെയിം ആക്കി വെക്കണം. ആസിഡിൻ്റെത് കോൺസ്റ്റൻ്റ് ആക്കി വെക്കണം. അപ്പോൾ ആരാണോ കോൺസ്റ്റൻ്റ് അവർ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൊടുക്കാം. ഇവർ കോൺസ്റ്റൻ്റ് ആയിട്ട് വെക്കണം. അപ്പോൾ ആദ്യത്തെ 3, രണ്ടാമത്തെ 2. അപ്പോൾ രണ്ടും സെയിം ആക്കണമെങ്കിൽ അവർ LCM നോക്കിയാൽ മതി. 3 × 2 6. അതായത് ഫസ്റ്റ് റേഷ്യോനെ ത്രൂ ഔട്ട് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും, സെക്കൻഡ് റേഷ്യോനെ ത്രൂ ഔട്ട് 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെയും 2 വെച്ച്. ഇനി അടുത്ത സെക്കൻഡ് റേഷ്യോനെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇവിടെയും 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ റേഷ്യോ ഇപ്പോൾ എന്തായി? 6:, ഇപ്പോൾ റേഷ്യോ എന്ന് പറയുന്നത് 6:14. ഓക്കെ, അടുത്ത എത്രയായിരിക്കും? 6:9. 6:9. ഇപ്പോൾ രണ്ടും സെയിം ആക്കി. ആസിഡിൻ്റെത് സെയിം ആക്കിയിട്ടുണ്ട്. 6 6 ആക്കി. ഇനി നമുക്ക് പറയാം 12 ലിറ്റർ ഓഫ് മിക്സ്ചർ ഓഫ് ആസിഡ് ആൻഡ് വാട്ടർ കണ്ടെയ്ൻ 30% ആസിഡ്. അതായത് ഇനിഷ്യലിൻ്റെ ഇതാണ് എത്രയാണ്? 12 ലിറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ 6 + 14. 6 + 14 എന്ന് പറഞ്ഞാൽ എത്ര വരും? 6 + 14 ദാറ്റ് ഈസ് ഈക്വൽ ടു 20 യൂണിറ്റ്സ് എന്ന് പറയുന്നതാണ് 12 ലിറ്റർ. മനസ്സിലായോ? ഇനിഷ്യൽ 6 + 14. 20 യൂണിറ്റ്സ് കറസ്പോണ്ട്സ് ടു 12 ലിറ്റർ. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് എത്രയായിരിക്കും? 1 യൂണിറ്റ് എന്ന് പറയുന്നത് 12 ഡിവൈഡഡ് ബൈ 20 ലിറ്റേഴ്സ്. ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 6 ഡിവൈഡഡ് ബൈ 5, സോറി 3/5. 4ൽ ക്യാൻസൽ ചെയ്യാമല്ലോ. 3/5. 3/5 ലിറ്റേഴ്സ്. ഇനി ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഹൗ മച്ച് ലിറ്റർ ഓഫ് വാട്ടർ ഷുഡ് ബി വിഡ്രോൺ. അപ്പോൾ എത്ര ലിറ്റർ വാട്ടറാണ് വിഡ്രോ ചെയ്തിട്ടുള്ളത്? അവിടെ ഡിഫറൻസ് എത്രയാണ്? വാട്ടറിൻ്റെ ഇതാണ് 14ഉം 9ഉം ആണ്. അപ്പോൾ 14ൽ നിന്നും 9. അപ്പോൾ ഇവിടെ എത്ര ഡിഫറൻസ് എത്രയാണ്? ഡിഫറൻസസ് 5. ഓക്കെ അല്ലേ? ആദ്യം 14 ഉണ്ടായിരുന്നു, വാട്ടർ പോയപ്പോഴത്തേക്കും 9 യൂണിറ്റ്സ് ആയി. അപ്പോൾ ഡിഫറൻസ് ഇസ് 5 യൂണിറ്റ്സ്. ആ 5 യൂണിറ്റ്സ് ആണ് എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. സോ 5 യൂണിറ്റ്സ് എത്രയായിരിക്കും? ഇറ്റ് ഈസ് 5 ഇൻറ്റു, ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 3/5 ലിറ്റർ. സോ ഇൻറ്റു 3/5. ഈ 5ഉം 5ഉം ക്യാൻസലായി. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ലിറ്റേഴ്സ്. സോ ആൻസർ ഇസ് 3. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് 20 kilogram fresh watermelon contains 96% water. After some time, water remains 95%. Find the percentage weight of watermelon. Okay, അപ്പോൾ ഇവിടെ വാട്ടർമെലൺ കണ്ടെയ്ൻസ് 96% വാട്ടർ. ഓക്കെ, തണ്ണിമത്തൻ. ഓക്കെ, പല പേരിലും പറയും, ഞാൻ തണ്ണിമത്തൻ എന്ന് പറയുന്നു. സോ 20 kg ഫ്രഷ് വാട്ടർമെലൺ കണ്ടെയ്ൻസ് 96% വാട്ടർ. അപ്പം അതിൻ്റെ അകത്തുള്ളതിനെ ഞാൻ ആ ഫ്രൂട്ടിനെ, പ്യുവർ ഫ്രൂട്ടിനെ ഞാനൊന്ന് പൾപ്പെന്ന് പറയുന്നു. ഓക്കെ, ബാക്കി വാട്ടർ. ഇവർ രണ്ടുപേരെ റേഷ്യോ ആണ്. ഫസ്റ്റ് എത്രയാണ് പറഞ്ഞത്? 96% വാട്ടർ. ഓക്കെ, 96% വാട്ടർ ആണെങ്കിൽ ബാക്കി റിമൈനിങ് എത്രയായിരിക്കും? 4. അപ്പോൾ 4:96 ആയിരിക്കും. 4:96. ഇത് ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്കും എത്ര വരും? നമുക്ക് ക്യാൻസൽ ചെയ്ത റേഷ്യോ ഇവിടെ എഴുതാം. ഓക്കെ, ഞാൻ 4 ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്കും എത്ര വരും? 2 ടൈംസ് അല്ലേ? 24. സോ 1:24. ആദ്യത്തെ റേഷ്യോ 1:24. ഇനി രണ്ടാമത്തെ എത്രയാണ്? 95% വാട്ടർ. ഓക്കെ, സോ 95% വാട്ടറും. അപ്പോൾ റിമൈനിങ് എത്രയായിരിക്കും? 5 ആയിരിക്കും റിമൈനിങ്. ഇത് ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്കും 9. 1:19. 1:19. ഇവിടെ ചേഞ്ച് ആവുന്ന ആരാണ്? ചേഞ്ച് ആവുന്നത് ആഫ്റ്റർ സം ടൈം വാട്ടർ റിമെയിൻസ്. അതായത് വാട്ടറാണ്, വാട്ടറിൻ്റെ അളവാണ് മാറുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് വരും? ഇവിടുത്തെ ഡിഫറൻസ് നോക്കുക. ഓക്കെ, ഇവിടുത്തെ ഡിഫറൻസ് എത്രയാണ്? ഡിഫറൻസ് നോക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? ഇത് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഓക്കെ, പൾപ്പെന്ന് പറയുന്ന റേഷ്യോ കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അവിടെ 1ഉം 1ഉം തന്നെയാണ്. സോ റിമൈനിങ് എന്ന് പറയുന്നത് 19/24. ഓക്കെ, ഇപ്പോൾ 19/24 ആകുമ്പോഴത്തേക്ക് എത്രയാണ്? 5 യൂണിറ്റ്സ്. ഇനി ഇവിടെ ചോദിച്ചിട്ടുള്ള ഫൈൻഡ് ദ പ്രസൻറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ലെമൺ ആണ്.
അപ്പോൾ അവിടെ നമുക്ക് ഡിഫറൻസിൻ്റെ ആവശ്യമില്ല. പ്രസൻറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ലെമൺ ആണ്. പ്രസൻറ്റ് വെയിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 19 + 1 20 യൂണിറ്റ്സ്. അതാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല, അതൊന്ന് ഞാൻ ജസ്റ്റ് മാറ്റുന്നു. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എഴുതുന്നല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ തന്നിട്ടുള്ളത് 20 kg ഫ്രഷ് വാട്ടർ മെലൺ കണ്ടെയ്ൻസ് ആണ്. അപ്പോൾ ആദ്യത്തതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 20 kg ആണ്. സോ 24 + 1 25. അപ്പോൾ 25 യൂണിറ്റ്സ് എന്ന് പറയുന്നതാണ് എത്രയാ? 20 kg. ഓക്കെ, നമുക്ക് കാണേണ്ടത് എത്രയാണ്? കാണേണ്ടത് ഈ ഫൈൻഡ് ദ പ്രസൻറ്റ് വെയിറ്റ് ആണ്. പ്രസൻറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും യൂണിറ്റ്സ് ആയിരിക്കും. 1 + 19 ദാറ്റ് ഈസ് 20 യൂണിറ്റ്സ് ആണ് നമുക്ക് കാണേണ്ടത്. കണ്ടുപിടിക്കേണ്ടത് 20 യൂണിറ്റ്സ് എത്രയാണെന്നാണ്. ഓക്കെ, 25 യൂണിറ്റ്സ് 20 kg ആണെങ്കിൽ 1 യൂണിറ്റ് എത്രയായിരിക്കും? 20 / 25. ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എത്ര? 5ൽ 4 ടൈംസ് 5 ടൈംസ് 4/5. സോ ഇവിടെ എന്ത് വരും? 20 × 4/5. ഓക്കെ, ഇത് ക്യാൻസൽ ചെയ്യുക. 4 ടൈംസ് പോയി. സോ 4 × 4 16 kg. അപ്പോൾ ഇതാണ് ചോദിച്ചത്. ഇനി എത്രയാണ് വാട്ടറിൻ്റെ അളവ് മാറിയതെന്ന് ചോദിച്ചിരുന്നെങ്കിൽ ആ 5 യൂണിറ്റ്സ് എത്രയാണെന്ന് നോക്കിയാൽ മതി. ഓക്കെ, 5 യൂണിറ്റ്സ് നോക്കുമ്പോൾ 4 kg എന്ന് വരും. 1 യൂണിറ്റ് 4/5 ആണെങ്കിൽ 5 യൂണിറ്റ് 4 kg. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കുന്നു അതിനനുസരിച്ച് ചെയ്യാം. റെഡി അല്ലേ? നെക്സ്റ്റ്, ഫ്രഷ് ഫ്രൂട്ട് കണ്ടെയ്ൻസ് 68% water and dry fruit contains 20% water. How many kg of dry fruits can be made from 75 kg of fresh fruits? Okay, അപ്പോൾ ഇവിടെയും നമുക്ക് ഫ്രഷ് ഫ്രൂട്ട്സിൻ്റെ ഇതിൽ ഇതാ ഫസ്റ്റ് 68% വാട്ടർ ആണ്. ഓക്കെ, 68% വാട്ടർ. സെയിം ആൾക്കാരെ തന്നെ എഴുതാം. ആ ഫ്രൂട്ടിൻ്റെ പൾപ്പും എഴുതി വാട്ടറും എഴുതി. അപ്പോൾ ആദ്യം പറയുന്നത് എന്താണ്? ഫ്രഷ് ഫ്രൂട്ട്സിനെ പറ്റിയാണ്. ഓക്കെ, ഫ്രഷ് ഫ്രൂട്ട്സ് അതിൻ്റെ റേഷ്യോ എഴുതുകയാണെങ്കിൽ 68% വാട്ടറും റിമൈനിങ് എത്രയായിരിക്കും? ഇത് 68, വാട്ടർ 68, ബാക്കി എത്രയായിരിക്കും? 32. ഓക്കെ, 32. സോ 32:68 ആണ്. ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്യുന്നത് നമുക്ക് 8 വെച്ച് ക്യാൻസൽ ചെയ്യാം അല്ലേ? 8 അല്ല, സോറി, 4 വെച്ച് ക്യാൻസൽ ചെയ്യാം. 4 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇത് 8 ടൈംസ് ഇത് എത്രയാണ്? 7. സോ 8:17 ആയിരിക്കും ഫസ്റ്റ് റേഷ്യോ. 8:17. ഇനി നെക്സ്റ്റ് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ പറയുന്നുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സിൽ വാട്ടറിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എത്രയാണ്? 20% ആണ്. ഓക്കെ, അപ്പോൾ വാട്ടർ 20%. സോ റിമൈനിങ് പൾപ്പ് എത്രയായിരിക്കും? 80. അപ്പോൾ ഇത് എത്ര വരും? ഇത് 4 ടൈംസ്. സോ ഇറ്റ് ഇസ് 4:1. ഓക്കെ, ഇനി ഇവിടെ മാറുന്ന എന്താണ്? ഫൈൻഡ് ഹൗ മെനി kg ഓഫ് ഡ്രൈ ഫ്രൂട്ട്സ് ക്യാൻ ബി മെയ്ഡ് ഫ്രം 75 kg ഓഫ് ഫ്രഷ് ഫ്രൂട്ട്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ ചേഞ്ച് സംഭവിക്കുന്ന വാട്ടറിനാണ്. അപ്പോൾ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് വെക്കേണ്ട ആരെയാണ്? പൾപ്പിനെയാണ്. അപ്പോൾ അത് റേഷ്യോ 8ഉം 4ഉം ആണ് ഉള്ളത്. അപ്പോൾ 8ഉം 4ഉം കോമൺ ആയിട്ട് വെക്കുക. അതായത് സെക്കൻഡ് റേഷ്യോനെ ത്രൂ ഔട്ട് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, 8 ആക്കുക. അപ്പോൾ ഇവിടെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെയും 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇത് രണ്ടും സെയിം ആയി, 8 ആയി. ഓക്കെ, 8 ആയി. ഇനി ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഫൈൻഡ് ഹൗ മെനി kg ഓഫ് ഡ്രൈ ഫ്രൂട്ട്സ് ക്യാൻ ബി മെയ്ഡ് ഫ്രം 75 kg ഓഫ് ഫ്രഷ് ഫ്രൂട്ട്സ്. അപ്പോൾ ഫ്രഷ് ഫ്രൂട്ട്സിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ്? 75 kg ആണ്. ഫ്രഷ് ഫ്രൂട്ട്സ് ഇതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എത്രയായിരിക്കും? 75 kg. അപ്പോൾ 17 + 8 എത്രയാണ്? 25. ഓക്കെ, അതായത് 8 + 17 എന്ന് പറഞ്ഞാൽ 25. അതായത് 25 യൂണിറ്റ്സ് എന്ന് പറയുന്നതാണ് ഈ 75 kg. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് എത്രയായിരിക്കും? 75 / 25 ദാറ്റ് ഈസ് 3. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 kg. ചോദിച്ചിട്ടുള്ളത് ഹൗ മെനി kg ഓഫ് ഡ്രൈ ഫ്രൂട്ട്സ് ക്യാൻ ബി മെയ്ഡ് എന്നാണ്. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ടോട്ടൽ എത്രയാണ്? ഇത് 8 ആണ്. ഇതെത്രയാണ്? 2 ആണ്. സോ 8 + 2 10 യൂണിറ്റ്സിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. 10 യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ എത്ര വരും? ഇറ്റ് ഈസ് 10 × 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 3 kg. സോ ഇറ്റ് ഈസ് 10 × 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 30 kg. ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
15 liters of mixture contains alcohol and water in the ratio 1:4. If 3 liters of water is mixed in it, the percentage of alcohol in the new mixture. അപ്പോൾ രണ്ട് ആൾക്കാരാണുള്ളത്, ഒന്ന് ആൽക്കഹോളും പിന്നെ ഒന്ന് വാട്ടർ. ഇവരുടെ റേഷ്യോ എന്ന് പറയുന്നത് 1:4 ആണ്. 1:4. ടോട്ടൽ എത്രയാണ്? ഇത് 15 ലിറ്റേഴ്സ് ആണ്. 15 ലിറ്ററിലാണ് ഈ 1:4 റേഷ്യോ. അതിനർത്ഥം 1 + 4 യൂണിറ്റ്സ്, 5 യൂണിറ്റ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 5 യൂണിറ്റ്സ് കറസ്പോണ്ട്സ് ടു 15 ലിറ്റേഴ്സ്. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് എത്രയായിരിക്കും? 15/5, ദാറ്റ് ഈസ് 3. 15/5 എത്രയാണ്? 3 ലിറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 3 ലിറ്ററാണ് എക്സാക്റ്റ് വാല്യൂ. ഓക്കെ, അപ്പോൾ 3 ലിറ്റർ ആയിരിക്കും ആൽക്കഹോളും ഉള്ളത്. ഓക്കെ, 3 ലിറ്റർ ആയിരിക്കും ആൽക്കഹോളും ഉള്ളത്. വാട്ടർ എത്രയായിരിക്കും? ടോട്ടൽ 15 ആണ്. അപ്പോൾ റിമൈനിങ് എത്രയായിരിക്കും? 12 അല്ലേ? 3:12 ആയിരിക്കും ഇവരുടെ റേഷ്യോ. അതായത് എക്സാക്റ്റ് വാല്യൂൻ്റെ റേഷ്യോ 3:12. ഇവിടെ റേഷ്യോ മാറിയിട്ടില്ല. ഇത് രണ്ടും കൂടെ വെട്ടിക്കളഞ്ഞാലും 1:4 തന്നെയാണ്. ഈ റേഷ്യോന് ഇൻറ്റു 3 ചെയ്താൽ ഇത് കിട്ടി. ഓക്കെ, അപ്പോൾ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 3 ലിറ്ററാണ്. അപ്പോൾ എക്സാക്റ്റ് വാല്യൂ ജസ്റ്റ് നമ്മൾ എടുത്തു, അത്രയേ ഉള്ളൂ. നമുക്ക് കാണേണ്ടത് ഇഫ് 3 liters ഓഫ് വാട്ടർ ഈസ് മിക്സ്ഡ് ഇൻ ഇറ്റ്. അപ്പോൾ 3 liters മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഈ 12 ലിറ്ററിൽ 3 ലിറ്റർ വെള്ളവും കൂടെ അഡീഷണൽ ആഡ് ചെയ്യാണ്. അപ്പോൾ 3 ലിറ്റർ വെള്ളവും കൂടെ ആഡ് ചെയ്യാണ്. അപ്പോൾ 3 + 3 ലിറ്റേഴ്സ്. അപ്പോൾ 3 ലിറ്റർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 15 ലിറ്ററായി. ഓക്കെ, 15 ലിറ്റർ വാട്ടർ ഉണ്ടാവും. ആൽക്കഹോൾ എന്ന് പറയുന്നത് അവിടെ 3 ലിറ്റർ തന്നെയാണ്. ഓക്കെ, 3 ലിറ്റർ ആഡ് ചെയ്തതിന് ശേഷമുള്ള റേഷ്യോ 3:15 ആണ്. ഐഡിയ കിട്ടിയല്ലോ? ഫസ്റ്റ് 1:4 ക്വസ്റ്റ്യൻ തന്നു. 1:4 എന്ന് പറയുമ്പോഴത്തേക്കും 5 യൂണിറ്റ്സ് ആണ്. 5 യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ മൊത്തം 15 ലിറ്റർ വാട്ടർ ഉണ്ട്, 15 ലിറ്റർ സൊല്യൂഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 3 ലിറ്റേഴ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ എക്സാക്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 3ഉം 12ഉം ആയിരിക്കും. അപ്പോൾ മൊത്തം 3 + 12 15 കറക്റ്റ് വാല്യൂ. ഇത് സിംപ്ലിഫൈഡ് റേഷ്യോ ആണ്. ഓക്കെ, ഇനി എക്സാക്റ്റ് ഇതിൽ കറക്റ്റ് 3 ലിറ്റർ വെള്ളവും കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഈ 12 എന്ന് പറയുന്നത് 15ആയി. ആൽക്കഹോള് 3 ലിറ്റർ മാത്രമേ ഉള്ളൂ. സോ അത് അവിടെ 3 തന്നെയാണ്. സോ 3:15 ഇതായിരിക്കും മിക്സ് ചെയ്തതിന് ശേഷമുള്ള റേഷ്യോ. ഇവിടെ ചോദിച്ചത് പെർസെൻറ്റേജ് ഓഫ് ആൽക്കഹോൾ ഇൻ ദ ന്യൂ മിക്സ്ചർ. പെർസെൻറ്റേജ് ഓഫ് ആൽക്കഹോൾ. അപ്പോൾ ടോട്ടൽ ഇവിടെ 18 ലിറ്ററാണ് ഉള്ളത് അല്ലേ? പുതിയ മിക്സ്ചറിൽ ടോട്ടൽ എത്ര ഉണ്ട്? 3 + 15 18 ലിറ്റേഴ്സ്. ഇതാണ് ടോട്ടൽ. ഈ 18 ലിറ്റേഴ്സിൽ ആൽക്കഹോളിൻ്റെ പെർസെൻറ്റേജ് എത്രയാണെന്ന് ചോദിച്ചത്. ആൽക്കഹോൾ എത്രയാണ്? 15 യൂണിറ്റ്സ് ആണ് ആൽക്കഹോൾ ഉള്ളത് അല്ലേ? സോ ഇറ്റ് ഈസ് പെർസെൻറ്റേജ് ഓഫ് ആൽക്കഹോൾ ആണ് കാണേണ്ടത്. പെർസെൻറ്റേജ് ഓഫ് ആൽക്കഹോൾ എന്ന് പറയുമ്പോഴത്തേക്കും ആൽക്കഹോൾ 15 അല്ല, ആൽക്കഹോൾ 3 ആണ്. വാട്ടറാണ് 15. അപ്പോൾ എത്രയാണ്? 3 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്രയാണ്? 18. സോ 3 ഡിവൈഡഡ് ബൈ 18 അതിൻ്റെ ഇൻറ്റു 100%. 3/18 എന്ന് പറയുമ്പോഴത്തേക്കും 1/6 ആണ്. ഓക്കെ, 1/6 എന്ന് പറയുന്ന ഫ്രാക്ഷൻ വാല്യൂൻ്റെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇറ്റ് ഈസ് 16 2/3. ദാറ്റ് ഈസ് ഈക്വൽ ടു 16 2/3%. ഓക്കെ, അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ 2 kg mixture of copper and aluminium, 30% is copper. How much aluminium should be added to the mixture so that the quantity of copper becomes 20%? ഇപ്പോൾ 2 കിലോഗ്രാം മിക്സ്ചർ ഉണ്ട്, അതിൽ 30% കോപ്പറാണ്. ഓക്കെ, 30% കോപ്പർ. അപ്പോൾ 2 ആൾക്കാരുണ്ട്, കോപ്പറും ഉണ്ട് അലൂമിനിയം ഉണ്ട്. കോപ്പർ Cu, അലൂമിനിയം Al. അപ്പോൾ കോപ്പർ എത്രയാണ്? 30%. സോ 30% കോപ്പർ ആണെങ്കിൽ റിമൈനിങ് ആയിരിക്കും അലൂമിനിയം, ദാറ്റ് ഈസ് 70%. അപ്പോൾ ഇതൊന്നും പോയാൽ 3:7 ആണ് ഫസ്റ്റ് റേഷ്യോ. ഈ 3:7 ഇതിൽ എത്രയാണ്? ഇത് 2 kg ആണ് ടോട്ടൽ. അപ്പോൾ 7 + 3 10 യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ 2 kg. ഇനി അടുത്ത അങ്ങനെ എഴുതാം. പക്ഷെ നമ്മൾ ഒരു റേഷ്യോ കൂടെ എഴുതുമ്പോഴത്തേക്കും പിന്നെ മൾട്ടിപ്ലൈ ആണെങ്കിൽ അത് വാല്യൂ മാറി. അടുത്ത സെൻറ്റൻസ് വായിക്കാം. How much aluminium should be added to the mixture so that the quantity of copper becomes 20%? ക്വാണ്ടിറ്റി ഓഫ് കോപ്പർ എത്രയാണ്? 20% ആവും. അപ്പോൾ ബാക്കി എത്രയാണ്? 80. അപ്പോൾ ഇത് എത്രയാണ്? 1:4. അപ്പോൾ അടുത്തത് 1:4. ആരെയാണ് ആഡ് ചെയ്യുന്നത്? അലൂമിനിയം ആണ് ആഡ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ കോൺസ്റ്റൻ്റ് ആയിട്ട് വെക്കേണ്ട ആരെയാണ്? കോപ്പറിനെയാണ്.
അപ്പോൾ കോപ്പറിനെ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് വെക്കണം. അപ്പോൾ കോപ്പറിൻ്റെ റേഷ്യോ ഇവിടെ 3 ആണ്, ഇവിടെ 1 ആണ്. അപ്പോൾ രണ്ടും സെയിം ആക്കണം. സോ ഒരു സെക്കൻഡ് റേഷ്യോന് എന്ത് ചെയ്യണം? ഇൻറ്റു 3 ചെയ്യണം. ഇവിടെ ഇൻറ്റു 3 ചെയ്യുന്നു, ഇവിടെ ഇൻറ്റു 3. ഓക്കെ, അപ്പോൾ അത് സെയിം ആയി. എത്ര അലൂമിനിയാണ് ആഡ് ചെയ്യേണ്ടതാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ എത്രയാണ്? 4 × 3 12. ആദ്യം എത്രയാണ്? 7. ഓക്കെ, അപ്പോൾ എത്ര യൂണിറ്റ്സ് ആണ് വന്നിട്ടുള്ളത്? ഇറ്റ് ഈസ് ഡിഫറൻസ് എത്രയാണ്? 7 12, അപ്പം 5. ഓക്കെ, 5 യൂണിറ്റ്സ്. അപ്പോൾ 5 യൂണിറ്റ്സിൻ്റെ വാല്യൂ ആണ് നമുക്ക് കാണേണ്ടത്. ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഈസ് 2 kg മിക്സ്ചർ. ഇനിഷ്യലി 2 kg ആണ്. അപ്പോൾ ഇവിടുത്തെ റേഷ്യോ നോക്കണം. അതായത് റേഷ്യോ 2 സെയിം ആക്കിയതിന് ശേഷമേ നമ്മൾ ഇത് കമ്പൈൻ ചെയ്യാൻ പാടുള്ളൂ. ഇനിയിപ്പോൾ ഈ റേഷ്യോ ആണ് നമ്മൾ മൾട്ടിപ്ലൈ ആണെങ്കിൽ അതിനനുസരിച്ച് മാറും 22 kg. ഓക്കെ, അത്രയും യൂണിറ്റ്സ് ആയിരിക്കും. കാരണം 2 റേഷ്യോയും സെയിം കമ്പൈൻ ചെയ്യണമെങ്കിൽ ഒരാളെ സെയിം ആക്കിയാൽ നമുക്ക് ആ യൂണിറ്റ് സെയിം ആയിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ മാറിപ്പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ എത്രയായി? 3 + 7 ദാറ്റ് ഈസ് 10 യൂണിറ്റ്സ്. സോ 10 യൂണിറ്റ്സ് കറസ്പോണ്ട്സ് ടു 2 kg. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് എത്രയായിരിക്കും? 2 ഡിവൈഡഡ് ബൈ 10 kg ദാറ്റ് ഈസ് 1/5 kg. 5 യൂണിറ്റ്സ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, സോ 5 യൂണിറ്റ്സ് ഈസ് ഈക്വൽ ടു 5 യൂണിറ്റ്സ് എത്രയാണ്? 5 × 1/5 kg ആണ്, കിലോഗ്രാം ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 5ഉം 5ഉം പോയി. ആൻസർ എത്രയാണ്? 1 kg. 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമാണ്? ആൻസർ എല്ലാം ഗ്രാമിലാണ്. 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1000 ഗ്രാം. സോ ആൻസർ ഇസ് 1000 ഗ്രാംസ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ മിക്സ്ചർ ആൻഡ് അലിഗേഷൻ പെർസെൻറ്റേജ് ടൈപ്പിലുള്ളത്. അപ്പം ഈ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് മാക്സിമം നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. ഇതേപോലത്തെ തന്നെ വീണ്ടും PYQs എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്വസ്റ്റ്യൻസ് ഒക്കെ. മാക്സിമം വർക്കൗട്ട് ചെയ്യുക. ഐഡിയ ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് പാർട്ട് വീഡിയോയിൽ കാണാം. സോ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ. പിന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റും കൂടെ ചെയ്യുക. ഓക്കെ, എങ്ങനെയുണ്ട് ക്ലാസ്, കാര്യങ്ങൾ എന്തൊക്കെ മാറ്റണം, കാര്യങ്ങൾ ഒക്കെ ഒന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ. താങ്ക് യു ആൾ, ബൈ.